അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. CSWൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഫളീല കോഴ്സിൽ 3 വർഷത്തേക്ക് തഫ്സീർ ജലാലൈനിയിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളും സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ വാഖിയ എന്നിവയുടെ തഫ്സീറുമാണ് പഠിപ്പിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് വനിതകൾക്കായി സംവിധാനിക്കുന്ന ഈ മൻഹജിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആയത്തുകളും സൂറത്തുകളുമാണ് കൂടുതൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വർഷം സൂറത്തുൻ നബഅ മുതൽ സൂറത്തുൻ നാസ് വരെ, അഥവാ ഖുർആനിലെ 30-ാമത്തെ ജുസ് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജലാലയിൽ നിന്നുള്ള. സാധാരണയിൽ നിസ്കാരങ്ങൾക്ക് ഓതുന്ന ചെറിയ സൂറത്തുകൾ അവയുടെ അർത്ഥം അറിഞ്ഞു ഓതിയാൽ കൂടുതൽ കൂലി ലഭിക്കുമെന്നതുകൊണ്ട് ഈ ഹ്രസ്വമായ കോഴ്സിനിടയിൽ അവർക്ക് സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തുകളുടെ അർത്ഥം അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 1-ാം വർഷത്തിൽ ഫളീലയുടെ 1-ാം വർഷത്തിലാണ് തഫ്സീർ ജലാലയിൽ നിന്നുള്ള സൂറത്തുൻ നബഅ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2-ാം വർഷത്തേക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് സൂറത്തു യൂസുഫിൽ മുഴുവനും അതേപോലെ സൂറത്തു നൂറിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങളുമാണ്. 3-ാം വർഷത്തേക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അദ്ദുററുൽ ലാമിഅ ഫി തഫ്സീരി ദുഖാനി വൽ വാഖിയ എന്ന ഒരു തഫ്സീറാണ്. ജലാനിയിൽ നിന്നും അതുപോലെയുള്ള ചെറിയ തഫ്സീറുകളിൽ നിന്നൊക്കെ എടുത്ത് ഒരു രചിക്കപ്പെട്ടതാണ്. സൂറത്തുൽ വാഖിയയുടെയും സൂറത്തു ദുഖാനിൻ്റെയും തഫ്സീറാണ് അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നത്. തഫ്സീർ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ആമുഖമായി എന്താണ് തഫ്സീർ, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് വിദ്യാർത്ഥിനികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമായിട്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആൻ്റെ നിർവചനം തന്നെ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസി ബി സൂറത്തിൻ മിൻഹു അൽ മുതഅബ്ബിദു ബി തിലാവത്തിഹി എന്നാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിൽ 1-ാം ആകാശത്തേക്ക് ഒന്നിച്ച് ഇറക്കുകയും അവിടെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇറക്കിയത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 വർഷക്കാലം കൊണ്ട് വിവിധ സംഭവങ്ങൾക്കനുസരിച്ചത് ഇറക്കി കൊടുക്കുകയും ചെയ്തു. ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അലഖ് സൂറത്തിലുള്ള 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ്. അവസാനമായി ഇറക്കപ്പെട്ടത് വത്തഖൂ യൗമൻ തുർജഊന ഫീ ഇലല്ലാഹി സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അൽ ബഖറ സൂറത്തിലെ 251-ാമത്തെ ആയത്താണ്. അതേസമയത്ത് വിശുദ്ധ ഖുർആനിൽ 1-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിഹയാണ്, അവസാനത്തത് നാസാണല്ലോ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഈ തഫ്സീർ എടുക്കുന്നതിൻ്റെ മുഖവുര എന്നുള്ള നിലക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓരോ ആയത്തിറങ്ങുമ്പോഴും ഓരോ സൂറത്ത് ഇറങ്ങുമ്പോഴും അത് ഇന്ന സൂറത്തിന് ശേഷമാണ്, ഇന്ന ആയത്തിന് ശേഷമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നുസൂലിൻ്റെ തർത്തീബ് അനുസരിച്ചല്ല ഖുർആനിലുള്ളത്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഫാത്തിഹയാണ് 1-ാമത്, പിന്നെ അവസാനമായി ഉള്ളത് നാസ് സൂറത്താണ്. ഇതാണ് ഖുർആനിലുള്ള തർത്തീബ്. ഏതാവട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം പരമാവധി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആന് വ്യാഖ്യാനിക്കാൻ വേണ്ടി തന്നെയാണ്, വിശദീകരിക്കാൻ വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത്.
വഅൻസല ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അന്നഹൽ സൂറത്തിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത്, നബിയെ, അങ്ങയിലേക്ക് നാം ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ജനങ്ങൾക്കിത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണം തന്നെയാണ് വിശുദ്ധ ഖുർആനിന് നാം പിന്തുടരേണ്ടത്, സ്വീകരിക്കേണ്ടത്. ആ വിശദീകരണം തന്നെയാണ് മഹാത്മാക്കളായ സ്വഹാബത്ത്, താബിഈങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദീങ്ങൾ, മുഫസ്സിരീങ്ങളൊക്കെ തന്നെ തഫ്സീറുകളിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയത്. ഇവിടെ ജലാലിയിൽ നിന്നുള്ള ഒന്നാം വർഷക്കാർക്ക് നേരത്തെ പറഞ്ഞ അവസാനത്തെ ജുസ്, അമ്മ ജുസ് മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ടും, രണ്ടാം വർഷക്കാരായ ആളുകൾക്ക് സൂറത്തു യൂസുഫ്, സൂറത്തു നൂർ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ട് അതും, അതേപോലെ പതിവാക്കൽ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ വാഖിയ, സൂറത്തു ദുഖാൻ. അവയുടെ തഫ്സീറാണ് മൂന്നാം വർഷക്കാരായ ആളുകൾക്ക് അദ്ദുററുൽ ലാമിഅ എന്ന പേരിൽ അവർക്ക് കൊടുക്കുന്നത്. അദ്ദുററുൽ ലാമിഅ ഫി തഫ്സീരി ദുഖാനി വൽ വാഖിയ എന്നുള്ള ആ ഒരു പുസ്തകത്തിലൂടെ, കിതാബിലൂടെ. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനുള്ളത്, ഏതൊരു വിഷയവും ആരംഭിക്കുന്നതിന് മുമ്പ് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ വിദ്യാർത്ഥിനികളുടെ മനസ്സിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച്, തഫ്സീർ എന്താണ്, അതിൻ്റെ തുടക്കക്കാരാരാണ്, അത് എന്തിൽ നിന്നെല്ലാമാണത് പിടിച്ചെടുത്തത്, എന്താണ് അതിൻ്റെ പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തഫ്സീർ എന്നതിൻ്റെ നിർവചനം ഇൽമുൻ ബി ഉസൂലിൻ യുഅറഫു ബിഹാ മആനി കലാമില്ലാഹി തആല അലാ ഹസ്ബി താഖത്തിൽ ബശരിയ എന്നാണ്. ഈ ഒരു താരീഖ് മനുഷ്യൻ്റെ കഴിവിനനുസരിച്ച് അള്ളാഹിൻ്റെ കലാമിൻ്റെ അർത്ഥങ്ങൾ ഏതൊരു ഇൽമു ഉസൂല് കൊണ്ട് അറിയപ്പെടുന്നുവോ ആ ഉസൂല് കൊണ്ടുള്ള ഇൽമിനാണ് ഇൽമു തഫ്സീർ എന്ന് പറയുന്നത്. തഫ്സീറിൻ്റെ ഭാഷാപരമായ അർത്ഥം കശ്ഫ്, വെളിവാകുക എന്നാണല്ലോ. ഇതിൻ്റെ വിഷയം, സബ്ജക്റ്റ്, മൗളൂഅ് അള്ളാഹുവിൻ്റെ കലാം, ആയാത്തുൽ ഖുർആനി മിൻ ഹൈസു ഫഹ്മു മആനിഹ എന്നാണ്. ഇതിൻ്റെ വാളിഅ്, വിഷയത്തിൻ്റെ വാളിഅ് സ്ഥാപകൻ അർ റാസിഖൂന ഫിൽ ഇൽമി മിൻ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹുന. റാസിഖൂന ഫിൽ ഇൽമി എന്ന് ഖുർആനിൽ പറഞ്ഞ റാസിഖീങ്ങളായ ആളുകൾ, അവരാണ് ഓരോ കാലഘട്ടത്തിലും വ്യാഖ്യാതാക്കളായി വരുന്നത്. ഖുർആന്, സുന്നത്ത്, ആസാറുകൾ, അതുപോലെ ഫുസഹായിൻ്റെ കലാം, ഇതിൽ നിന്നൊക്കെയാണ് ഈ തഫ്സീറിനെ ഇസ്തിംദാദ് ചെയ്തിരിക്കുന്നത്. ഇൽമു തഫ്സീർ എന്നാണ് ഈ വിഷയത്തിൻ്റെ നാമം. ഇത് പഠിക്കൽ ഫർള് കിഫയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ആരും പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരുമെന്ന് സാരം. ഇതിലുള്ള മസ്അലകൾ അംറ്, നഹി, മൗഇളത്ത് തുടങ്ങിയ ഖളിയകളാണ്. ഇത് മറ്റു വിജ്ഞാന ശാഖകളിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട് അഫ്ളലുൽ ഉലൂമി ശർഇയ്യ വ ഉമ്മുഹ, ശർഇയ്യായ വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അതിൻ്റെയൊക്കെ അടിത്തറയുമാണ്. ഇതിൻ്റെ പ്രയോജനം, ഏതൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പും അതിൻ്റെ പ്രയോജനം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മഅരിഫത്തു മആനി കലാമില്ല അലൽ വജ്ഹിൽ അക്മൽ, സമ്പൂർണമായ രൂപത്തിൽ അള്ളാഹിൻ്റെ കലാമിൻ്റെ അർത്ഥത്തെ അറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലക്ഷ്യം അൽ ഫൗസു ബി സആദത്തി ദാറൈൻ, ഇരു വീട്ടിലും വിജയിക്കുക എന്നുള്ളതാണ്. ദുന്യാവിൽ വിജയിക്കൽ ബിംതിസാലിൽ അവാമിരി വജ്തിനാബിൻ നവാഹി, ഒരാൾക്ക് തെക്കുബണ്ടാവണമെങ്കിൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അറിയണം, അത് എടുക്കണം. അതേപോലെ തന്നെ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ അറിയണം, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിന് തഫ്സീർ സഹായിക്കും. ഉഖറവിയായ നേട്ടം അള്ളാഹു തആല അതനുസരിച്ച് ഇപ്രകാരം ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റിള ലഭിക്കും, സ്വർഗം ലഭിക്കും. അതുകൊണ്ടാണ് ഇഖ്റ വർക്ക, ഖാരിയായ ആളോട് ഇഖ്റ നീ ഓതിക്കോ, വർക്ക നീ കയറിക്കോ എന്ന് സ്വർഗലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഈ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ദീനിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത്.
ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇതാണ് 4 അടിസ്ഥാന പ്രമാണങ്ങൾ. അതിലേറ്റവും വലിയ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദലിൽ മുത്തഖീൻ യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിദായത്തും റഹ്മത്തും ഷിഫാവും ഇരു വീട്ടിലുമുള്ള ദുന്യാവിലും ആഖിറത്തിലുള്ള വിജയമൊക്കെ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കൽ കാരണമായിട്ടുണ്ടാവും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, സഹീഹ് ബുഖാരിയിലുള്ള പ്രസിദ്ധമായ ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ഉദ്യമത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ വിദ്യാർത്ഥിനികൾക്ക് തഫ്സീർ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനെ, അള്ളാഹുവിൻ്റെ കലാമിനെ അവർക്ക് പഠിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായിട്ട്, അമലായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പരിചയപ്പെടുത്തിയത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയും അവർക്ക് അറിയിച്ചു കൊടുക്കണം. കാരണം തഫ്സീർ പഠിക്കലോടുകൂടെ തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനുള്ള പ്രേരണയും വിദ്യാർത്ഥിനികൾക്ക് ഇത് മുഖേന ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഫാത്തിർ സൂറത്തിൽ 29-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും നിസ്കാരം നിലനിർത്തുകയും അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ അവർ നഷ്ടം സംഭവിക്കാത്ത കച്ചവടം ആഗ്രഹിക്കുന്നവരാണ്. കച്ചവടമാണെങ്കിൽ സാധാരണ നഷ്ടം ഉണ്ടാവും, പക്ഷേ ഇതിലൊരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒരു ജനത അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്നുള്ള ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയില്ല ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട്, അതുപോലെ ഖുർആൻ അവരുടെ ചർച്ച ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് അവരൊരുമിച്ച് കൂടുകയില്ല. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് സമാധാനം ഇറങ്ങിയിട്ടല്ലാതെ, അവരെ അനുഗ്രഹം പൊതിഞ്ഞിട്ടല്ലാതെ, അവരെ മലക്കുകൾ ചുറ്റിയിട്ടല്ലാതെയും വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അവരെക്കുറിച്ച് സമീപസ്ഥരായ ആളുകളോട് അള്ളാഹു പരാമർശിക്കുകയും ചെയ്തിട്ടല്ലാതെ അവരൊരുമിച്ച് കൂടുകയില്ല എന്ന് ഹദീസിൽ കാണാം. അതേപോലെ മറ്റൊരു ഹദീസിൽ ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, അന്ത്യനാളിൽ ആ ഖുർആനിൻ്റെ ആളുകൾക്ക് ശുപാർശകനായിക്കൊണ്ട് ഖുർആൻ വരുന്നതാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ഹസന, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ ഒരു ഹസനത്ത്, വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഓരോന്നും 10 ഇരട്ടിയായിട്ട് ലഭിക്കും. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം ഒറ്റ ഹർഫാണെന്ന് പറയുന്നില്ല, മറിച്ച് അതിലുള്ള അലിഫ് ഒരു ഹർഫും ലാം ഒരു ഹർഫും മീം ഒരു ഹർഫുമാണ്. അതുകൊണ്ട് അലിഫ് ലാം മീം എന്ന ഓതലോടുകൂടെ 30 ഹസനാത്ത് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഖുർആൻ പാരായണം ആവശ്യമാണ് എന്ന് സാരം. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളും അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് തഫ്സീറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം നമ്മൾ പഠിക്കലോടുകൂടെ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനുള്ള പ്രേരണ കൂടി ഇതിലൂടെ ലഭിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇഖ്ലാസുൻ നിയ്യത്തിലില്ല, ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം. അയ്യക്കറാല തൊഹാറ, ശുദ്ധിയോടുകൂടെ പാരായണം ചെയ്യുക. അയ്യസ്താക്ക, മിസ്വാക്ക് ചെയ്യുക ഖുർആൻ പാരായണത്തിന് മുമ്പ്. അയ്യക്കറ ബിത്തദബ്ബുരിൽ മഅന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. അയ്യുറത്തിലൽ ഖിറാ, തൃത്തിയിലായിട്ട് ഓതുക. അല്ല യഖ്തഅൽ ഖിറാ ലി മുഹാദസത്തി അഹദിൻ, ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഖിറാഅത്തിനെ മുറിക്കാതിരിക്കുക. അയ്യഅമല ബിൽ ഖുർആൻ, ഖുർആനെ അനുസരിച്ച് അമൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്. മുഫസ്സിരീങ്ങളിൽ സഹാബത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധരായ മുഫസ്സിരീങ്ങൾ 4 ഖലീഫമാരാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു.
അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും ഇവരാണ് സഹാബത്തിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധരായ മുഫസ്സിരീങ്ങൾ. താബിഈങ്ങളിൽ നിന്ന് പ്രസിദ്ധരായവരാണ് മുജാഹിദ്, അത്താ ബിൻ അബി റബാഹ്, ഇക്രിമത്ത്, സഈദ് ബിൻ ജുബൈർ, താഊസ്. ഇതൊക്കെ മക്കക്കാരായ മുഫസ്സിരീങ്ങളാണ് താബിഈങ്ങളിൽ നിന്നുള്ള. സെയ്ദ് ബിൻ അസ്ലം, മാലിക് ബിൻ അനസ്, അബുൽ ആലിയത്ത്, മുഹമ്മദ് ബിൻ ഖാബിൽ ഖുറലി, ഇവരൊക്കെ മദീനക്കാരായ ആളുകളാണ്. മസ്റൂഖ് ബിൻ അൽ അജ്ദ, ഖത്താത്ത് ബിൻ ദഅാമത്ത്, അത്താ ബിൻ അബി മുസ്ലിം, മുറത്ത് ബിൻ ഹമദാനി, ഹസൻ ബസരി, വഹാഖ് ബിൻ ഉസാഹിം, റബീഅ് ബിൻ അനസ്, ഇതൊക്കെ ഇറാഖിൽ നിന്നുള്ള താബിഈങ്ങളായ മുഫസ്സിരീങ്ങളാണ്. ഇവരൊക്കെ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും തഫ്സീറുകളോട് പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലക്കാരായ ആളുകളൊക്കെ തഫ്സീർ രചിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മഹാന്മാരായ ഇമാം ഇബ്നു ജരീർ, തുബരി, അതുപോലെയുള്ള മഹാന്മാരൊക്കെ തഫ്സീറിലേക്ക് പ്രവേശിച്ചത്. ഓരോരുത്തരും തഫ്സീർ രചിക്കുന്ന സമയത്ത് അവരുടെ ഏത് വിഷയത്തിലാണോ അവർക്ക് ഏറ്റവും പ്രാവീണ്യമുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു ഫഖീഹിൻ്റെ തഫ്സീറാണെങ്കിൽ ഫിഖ്ഹി മസ്അലകൾ കൂടുതലുണ്ടാവും. ഒരു നെഹ്വീൻ്റെ തഫ്സീറാണെങ്കിൽ നെഹ്വി നിയമങ്ങളുണ്ടാവും. ഒരു ബലാഗീൻ്റെ തഫ്സീറാണെങ്കിൽ ബലാഗയുടെ നിയമങ്ങൾ കൂടുതലുണ്ടാവും. അതല്ല വേറെ ചരിത്രത്തിൻ്റെ ആളാണെങ്കിൽ ചരിത്രപരമായ കാര്യങ്ങളുണ്ടാവും. ഹിക്മത്ത്, ഫൽസഫ, ഇൽമുൽ ഹദീസ്, ഇതൊക്കെ അവരവർ ബന്ധപ്പെട്ട ഇൽമാണ് ആ തഫ്സീറിൽ കൂടുതലുണ്ടാവുക. അതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ എല്ലാ ഇൽമുകളും സമ്മേളിച്ചതാണ് തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ. അതിനെക്കുറിച്ച് നിരൂപകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫീ കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. തഫ്സീർ തന്നെ മഅ്സൂറായ തഫ്സീർ, തഫ്സീറും ബിർറഈ, ഇങ്ങനെ രണ്ട് രൂപത്തിലാണ്. നമ്മളെ തഫ്സീർ ജലാലൈനി തഫ്സീർ മഅ്സൂറിൽപ്പെട്ടതാണ്. അതേസമയത്ത് മഫാത്തിഹുൽ ഗൈബ്, ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന തഫ്സീറുൽ കബീർ, അത് തഫ്സീറും ബിർറഈയിൽപ്പെട്ടതാണ്. അതേസമയത്ത് ഇഷാരിയായ തഫ്സീർ പറഞ്ഞിട്ട് വേറൊരു വിഭാഗത്തിൽ തഫ്സീർ പറയപ്പെടുന്നുണ്ട്. അതായത് സൂഫി ചിന്തകൾ, അതായത് ആയത്തുകളുടെ ആന്തരികമായ അർത്ഥത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള തഫ്സീർ, അങ്ങനെയുള്ള ഇഷാരിയായ തഫ്സീറും കാണാൻ സാധിക്കും. ഒരു മുഫസ്സിറിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഇൽമുകളാണ് ലുഗത്ത്, നഹ്വ്, തസ്രീഫ്, ഇഷ്തിഖാഖ്, മആനി, ബയാന്, ബദീഅ്, ഇൽമുൽ ഖുർആൻ, ഉസൂലുദ്ദീൻ, ഉസൂൽ ഫിഖ്, അസ്ബാബുൻ നുസൂൽ, നാസിഖ് മൻസൂഖ്, ഫിഖ്, ഹദീസ്, ഇൽമുൽ മൗഹിബ്. അങ്ങനെ ഇത്ഖാനിൽ പറയപ്പെട്ട ഒരുപാട് യോഗ്യതകളുള്ള ആളുകൾക്ക് മാത്രമേ ഖുർആൻ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. തഫ്സീറുൽ ജലാലൈനി പഴയകാലം മുതൽ നമ്മുടെ ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു സുപ്രസിദ്ധമായ തഫ്സീറാണ്. ഇമാം ജലാലുദ്ദീനു അൽ മഹല്ലി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ജലാലുദ്ദീനു സുയൂത്തി, ഈ രണ്ട് മഹാന്മാരാണ് ഇതിൻ്റെ രചയിതാക്കൾ. അതുകൊണ്ടാണ് ജലാലൈൻ എന്നത് പേര് ലഭിക്കാനുള്ള കാരണം. മറ്റു തഫ്സീറുകളിലില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. ഈ രണ്ട് ഇമാമുമാരും ദീർഘമായ എഴുതപ്പെട്ട തഫ്സീറുകളിലുള്ള സംക്ഷിപ്ത രൂപമാണ് ഇതിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിശദമായ ചർച്ചകളില്ലാതെ ഹ്രസ്വമായ രൂപത്തിൽ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു തഫ്സീറാണ് തഫ്സീർ ജലാലി. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഏതൊരു ആയത്താണോ അല്ലെങ്കിൽ ഏതൊരു സൂറത്താണോ ക്ലാസ് എടുക്കുന്നത്, ആ ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക എന്നുള്ള തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അതിന് സാധിക്കാത്ത എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അതിന് ഉപകരണങ്ങൾ ഉപയോഗിക്കാം, ഫോണോ ലാപ്ടോപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല നിലയ്ക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വശ്യസുന്ദരമായ ശൈലിയിലുള്ള പാരായണം അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ തഫ്സീറുകളിൽ വരുന്ന പല പരാമർശങ്ങൾ വരും, ചരിത്രപരമായ കാര്യങ്ങൾ വരുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തല വീഡിയോകൾ വേണമെങ്കിൽ കാണിക്കാവും. ഇതിൽ തന്നെ വരുന്ന ചില സംഭവങ്ങളൊക്കെ, ഇപ്പോൾ യൂസുഫ് നബിയെക്കുറിച്ചുള്ള കിസ്സ പറയുമ്പോൾ മിസ്റുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കാണിക്കണമെങ്കിൽ മിസ്റിലുള്ള ആ കാലഘട്ടത്തിലുള്ള ഇന്നും നിലനിൽക്കുന്ന പല സ്മാരകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നൈൽ നദിയും അതുപോലെ ഫറോവയുടെ ജഡം, പിരമിഡുകൾ, മമ്മികൾ, അതൊക്കെ ഒന്നും നിലനിൽക്കുന്നതാണ്.
അതേപോലെ സയൻറ്റിഫിക് വിഷയങ്ങൾ, ലാ ഉക്സിമു, പിന്നെ സൂറത്തുൽ വാഖിയിൽ പറയുന്ന നുജൂമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നുജൂമിനെ സംബന്ധിച്ച് പറയുന്ന അവിടെയൊക്കെ വേണമെങ്കിൽ സയൻറ്റിഫിക് വിഷയമാണത്, അതിൻ്റെ വീഡിയോകൾ കാണിക്കാവുന്നതാണ്. നുജൂമിനെ കുറിച്ചുള്ള ആ ചർച്ചയിൽ വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചരിത്രങ്ങൾ പറയപ്പെടുന്ന ചരിത്ര പശ്ചാത്തലം, ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം വേണമെങ്കിൽ വിവരിക്കാവുന്നതാണ്. അതേപോലെ ഓരോ സൂറത്തിൻ്റെയും ഓരോ ആയത്തിൻ്റെയും പഠന ലക്ഷ്യം അത് ഇതിൽ വിഷയത്തിൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന ആയത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നതാണ് എന്നവർക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഖുർആൻ ഒരു ആയത്ത് പഠിപ്പിക്കുമ്പോൾ, ആയത്തിൻ്റെ തഫ്സീർ പഠിപ്പിക്കുമ്പോൾ ആ ആയത്തിൻ്റെ പദാനുപദ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മൊത്തത്തിലുള്ള ആശയം പറഞ്ഞു കൊടുക്കണം. ആശയം പറഞ്ഞു കൊടുത്തതിന് ശേഷം തഫ്സീറും പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കണം പദാനുപദ വിശദീകരണം നൽകേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, ഇവർക്ക് അറബിയിൽ കുറച്ചൊക്കെ പ്രാവീണ്യം ഉണ്ടാവും. കാരണം നഹ്വിൻ്റെയും സർഫിൻ്റെയും കിതാബുകൾ അവർ പാരായണം ചെയ്തു, അതേപോലെ തന്നെ പഠിച്ചു. അതേപോലെ തന്നെ ബലാഗയുടെ അടിസ്ഥാന നിയമങ്ങൾ അവർ പഠിച്ചതാണ്. 2 വർഷത്തെ ഫാദില കോഴ്സ് കഴിഞ്ഞു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറബി പഠിപ്പിക്കലും കൂടി ഇതിന് ലക്ഷ്യമാക്കണം. തഫ്സീർ പഠിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അറബി ഭാഷ പഠിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അധ്യാപകൻ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ പദത്തിൻ്റെയും അർത്ഥവും അതിൽ വരുന്ന നഹ്വിയായ പരമാവധി പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ വിശദീകരണത്തിൻ്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ കൂടുതൽ വായനയ്ക്കാവശ്യമായ തഫ്സീറുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ പിന്നെ 1-ാം വർഷ ഫളീലയിലുള്ള സൂറത്ത് അമ്മ, 2-ാം വർഷത്തെ സൂറത്ത് യൂസുഫ്, സൂറത്ത് നൂറ്, അതുപോലെ 3-ാം വർഷത്തെ സൂറത്ത് ദുഖാൻ, സൂറത്ത് വാഖിയ, ഇതിലൊക്കെ പ്രധാനപ്പെട്ട സൂറത്തുകൾ ബൈഹാർട്ടാക്കാൻ വേണ്ടി, ഉദാഹരണമായിട്ട് സൂറത്തുൽ വാഖിയ, ഈ സൂറത്തുൽ വാഖിയ പതിവായിട്ട് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യം സംഭവിക്കില്ല. ദാരിദ്ര്യം എന്നുള്ള വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. ദാരിദ്ര്യം എന്നുള്ളത് കേവലം സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല, സന്താനങ്ങളില്ലാതിരിക്കുക എന്നുള്ളത് സന്താനങ്ങളിലെ ദാരിദ്ര്യമാണ്, ഇൽമില്ലാതിരിക്കുക എന്നുള്ളത് ഇൽമിലുള്ള ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ വേറെ സ്കില്ലുകളില്ലാതിരിക്കുക എന്നുള്ളത് സ്കില്ലിലുള്ള ദാരിദ്ര്യമാണ്. എല്ലാ ദാരിദ്ര്യത്തിനും പരിഹാരമാണ്. അപ്പോൾ സൂറത്തുൽ വാഖിയ പതിവാക്കൽ എല്ലാ സമയത്തും നമ്മളെ കയ്യിൽ മുസാഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാണാതെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാവുന്നതാണ്. അതേപോലെ അമ്മ ജുസ് ചെറിയ ചെറിയ സൂറത്തുകളാണ്, അത് കാണാൻ ഇപ്പോൾ മദ്രസ സംവിധാനത്തിലൊക്കെ കാണാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവും. അത് വീണ്ടും ഒരു റിമൈൻഡർ ആയിക്കൊണ്ട് വീണ്ടും പഠിക്കാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ ദുഖാൻ സൂറത്ത്, ഇതൊക്കെ തന്നെ ചെറിയ സൂറത്തുകൾ ഒക്കെ കാണാതെ പഠിക്കാനുള്ള പ്രേരണ നൽകുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൊടുത്ത തംബ്രീനാത്തുകൾ ഉണ്ടാവും, അത് പൂർണ്ണമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ തഫ്സീർ ഓതലോടുകൂടെ ഇതിൽ നിന്നുള്ള മക്കാരിമുൽ അഖ്ലാഖ്, ധാർമ്മിക മൂല്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതവർക്ക് കിട്ടും. ഈ 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ അതിൻ്റെ കൂടെ അറബി ഭാഷയിൽ അവർക്ക് കഴിവ് കിട്ടും. അതേപോലെ തന്നെ അത് മനഃപ്പാഠമാക്കിയിട്ട് അവർക്ക് പിന്നെ ഏത് സമയത്ത് ഓതാനുള്ള ഒരു കഴിവും കിട്ടുന്നതാണ്. ഇങ്ങനെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തഫ്സീർ ഈ ഫളീല കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യാപികമാർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കണമെന്ന് വിനയത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയ്ക്ക് ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.